നമ്മൾ ഇന്നലെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണിത്. ഇത് നമുക്ക് വറുക്കാൻ നോക്കാം, എന്നിട്ട് വേണം കറി വയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതിന് വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതായി വരുമ്പോൾ നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ആയി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതാക്കി ഇത് ഇന്നലെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് നന്നായി അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ തലേദിവസമാക്കി വെക്കല. ഇതെല്ലാവർക്കും വറുത്ത് കഴിക്കാനിട്ട് ചിക്കൻ, അതാണ് പിന്നെ അത് ഉണ്ടാക്കണം. ചിക്കനൊക്കെ മറിച്ചിട്ടുണ്ട് ഞാൻ. ആവശ്യം കൂടി വേവട്ടെ. ഇത് ഇപ്പോൾ ഞാൻ വറുത്ത് കോരിയതാണ്. ഇങ്ങനെ എല്ലാ ചിക്കനും വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് കറിയാക്കി എടുക്കാം. അപ്പോൾ അതുവരെ നമുക്ക് നോക്കാം. വറുത്ത് വെച്ച കോഴിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ എണ്ണ തന്നെയാണ് ഞാൻ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ സബോള ഇട്ടിട്ടുണ്ട്. നന്നായി വഴന്നു വരും. അതിൽ സബോള ഒരു ഇതായി വന്നിട്ട് അപ്പോൾ അതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഇടാം. നന്നായി വഴന്നു വരട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യാം. ഇതിങ്ങനെ വഴന്നു വന്നപ്പോൾ ഞാൻ അതിൽ വേപ്പിലിട്ടുണ്ട്. ഈ തക്കാളി ഇടാം. തക്കാളി നന്നായി വഴന്നു വരട്ടെ. തക്കാളി ഒരു വിധം വഴങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എല്ലാം മാഗ്നേറ്റ് ചെയ്തിട്ട് ഇറച്ചി വറുത്തിട്ടുള്ളതാണ് ചിക്കൻ. അപ്പോൾ അതിലൊക്കെ മുളകുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇനിയിപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി ഇത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, അധികം ചേർക്കരുത് ഉലുവ, പക്ഷെ ഉലുവയുടെ ഒരു ചെറിയ മണമുള്ളത് നല്ലതാണ്. പിന്നെ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇതൊക്കെ നമ്മൾ അതിലിട്ടിട്ടുള്ളതാണ് ഉലുവ ഒഴിച്ച്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ഇറച്ചിയിടാം. ലേശം ചൊറുക്ക ഒരു 1/2 ടീസ്പൂൺ ഒഴിച്ചായിരുന്നു. ഇതുകൊണ്ട് ഒഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് നന്നായി ഒന്ന് അതിൽ ഒന്നുകൂടി ഇതൊക്കെ പിടിക്കാം. ഇൻഗ്രീഡിയൻസൊക്കെ പിടിച്ച് നന്നായി തിളച്ച് ഒന്ന് സോഫ്റ്റാവും. വറുത്താലും ഹാർഡ്നെസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ കിടന്നൊന്നും ഇതാവും.
അങ്ങനെ ആയി വരട്ടെ. നന്നായി പറ്റി ഇതാണ് ഈ ഇത്രയും ചാറാകുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുതിന മല്ലിയിലേക്ക് ഇടാം കുറച്ച്. ഇതാണ് നമ്മുടെ വളരെ ടേസ്റ്റിയായ ചിക്കൻ വറുത്ത് വെച്ച് കറി, ചിക്കൻ പൊരിച്ച് കറി വയ്ക്കുക എന്നൊക്കെ പറയും. അപ്പോൾ അത് നല്ല ടേസ്റ്റിയാണത്. ചെയ്യാൻ മെനക്കെടാണ്. നമ്മൾ മറ്റേ ഇത് വേവിച്ച് വറക്കണം പിടിക്കണം, ഭയങ്കര പാടല്ല, എന്നാലും കുറച്ചും കൂടി അതിന് വേണ്ടി മെനക്കെടാം. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.